ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ബിലാസ്പൂരിലെ ഹൈക്കോടതിയിൽ സഭാ നേതൃത്വമാണ് കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹർജി നൽകുന്നത്. ഇന്നേക്ക് കന്യാസ്ത്രീകൾ ജയിലിലായിട്ട് 8 ദിവസമായി. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുകയാണ് ഡൽഹിയിൽ നിന്നും. ശ്രീകാന്ത്, ഛത്തീസ്ഗഡിലെ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയാണ്. മറ്റ് വിശദാംശങ്ങൾ കൂടി. സുരേഷ്, ഇന്ന് ഈ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ ഛത്തീസ്ഗഡ് ഹൈക്കോടതിയിൽ സമർപ്പിക്കും എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം NIA കോടതിയിലേക്ക് കേസ് പോയാൽ അത് വലിയ നൂലാമാലകളാണ്. അതിനാൽ തന്നെയാണ് ഹൈക്കോടതിയിലേക്ക് കേസ് കൊണ്ടുപോകാൻ ഈ സഭാ നേതൃത്വം തീരുമാനിച്ചത്. അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ, അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ആണ് ഈ കേസിൽ ഇവർക്ക് വേണ്ടി ഹാജരാകുന്നത്, ഈ സഭാ നേതൃത്വത്തിന് വേണ്ടി ഹാജരാകുന്നത്. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് ചില അവ്യക്തതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കേസ് 143 ആഡ് ചെയ്തത് ആയതിനാൽ ഹൈക്കോടതിയിലേക്ക് പോയാൽ, നേരിട്ട് പോയാൽ ഇതിൽ ജാമ്യം കിട്ടുമോ ഇല്ലയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നിയമവൃത്തങ്ങളും ഈ സംശയം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും സഭാ നേതൃത്വം പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു ട്വിസ്റ്റ് ഉണ്ടായത്, ഈ കേസിൽ നേരത്തെ ഇവരുടെ അറസ്റ്റിന് തന്നെ കാരണമായ ഒരു പെൺകുട്ടിയുടെ മൊഴി ഉണ്ടായിരുന്നു. ആ മൊഴി ഇപ്പോൾ ആ പെൺകുട്ടി മാറ്റിയിട്ടുണ്ട്. സ്വാഭാവികമാണ്, കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ആ പെൺകുട്ടിയെ സ്വാധീനിക്കാനും മൊഴി മാറ്റാനുമുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളത്. അതുമാത്രമല്ല, ഇവർക്ക് ജാമ്യം കിട്ടണമെങ്കിൽ ആ പെൺകുട്ടി മൊഴി മാറ്റിയേ തീരൂ, അല്ലെങ്കിൽ ജാമ്യം കിട്ടില്ല എന്നുള്ളതും ഉറപ്പാണ്. എല്ലാ തലങ്ങളിലും ചർച്ച ചെയ്ത് അവർക്ക് ജാമ്യം എടുത്തു നൽകാം എന്നുള്ള ഒരു തീരുമാനമായ പശ്ചാത്തലത്തിൽ കൂടിയാണ് ആ പെൺകുട്ടി മൊഴി മാറ്റിയത്. സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം, സ്വാധീനവും ഉണ്ടായിരുന്നിരിക്കാം. എന്തായാലും മൊഴി മാറ്റിയിട്ടുണ്ട്. ജാമ്യത്തിനുള്ള ആ ഒരു പ്രതിസന്ധി ഇപ്പോൾ മാറി വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇനി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് കോടതിയാണ്. കോടതിയിൽ എന്തായിരിക്കും വാദങ്ങൾ നടക്കാൻ പോകുന്നത് എന്നത് കാത്തിരുന്ന് കാണണം. 11 മണിയൊക്കെ ആകും സ്വാഭാവികമായും ഈ കേസ് സ്പെഷ്യൽ മെൻഷനിങ് ആയാൽ പോലും കോടതിയുടെ മുമ്പിലേക്ക് എത്താൻ. കോടതി അത് പരിഗണിച്ചതിന് ശേഷം എന്തെങ്കിലും സംസ്ഥാന സർക്കാരിനോട് ചോദിക്കുമോ എന്നുള്ളതും ആ സമയത്തെ മനസ്സിലാവുകയുള്ളൂ. സംസ്ഥാന സർക്കാർ എതിർക്കില്ല ജാമ്യാപേക്ഷയെന്ന് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയതാണ്. യെസ്, ഇനി കാര്യങ്ങൾ കോടതി തീരുമാനിക്കും. ഡൽഹിയിൽ നിന്നും ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത്.